പ്രജിതേ, വീണ്ടും ഒരു ആൾക്കൂട്ട വിചാരണ. ഷിജു എന്നൊരു ചെറുപ്പക്കാരൻ, ആ കുട്ടി പയ്യൻ ഒന്നും ചെയ്തിട്ടില്ല. 20 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി, കണ്ടാൽ തന്നെ ഒരു പാവം, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ അനിയന്മാരെ പോലെയൊക്കെയുള്ള കൊച്ചുകുട്ടി. എന്തിനാണ് ഈ പറയുന്ന ചെറുപ്പക്കാരനെ തല്ലിയത്? അതിന്മേൽ ഇപ്പൊ മന്ത്രി കേസ് അന്വേഷിക്കാനായി പറഞ്ഞിരിക്കുന്നു. കേസ് അന്വേഷിക്കാൻ പറഞ്ഞാൽ ഈ കേസ് എന്തായി തീരാനാണ്? അല്ല, അട്ടപ്പാടിയിലെ മധുവിന്റെ കേസിൽ എന്താ സംഭവിച്ചത്? അതിലെന്ത് സംഭവിച്ചു? അതിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നൊന്നുമില്ലല്ലോ. നീണ്ടു പോയില്ലേ? എത്ര നാളായി നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോൾ അഗളിയിൽ തന്നെയുള്ള അഗളി ചിറ്റൂരിലെ ആദിവാസി ഉന്നതിയിലെ യുവാവാണ് ഈ ഷിജു എന്ന് പറയുന്നത്. 20 വയസ്സുള്ള അവൻ ആകെ കല്ലിൽ തട്ടിക്കൊണ്ട് ഈ വാഹനത്തിന്റെ ഫ്രണ്ടിലേക്ക് വീണു. മനഃപൂർവ്വം ചെയ്യുമോ? നമ്മുടെ ഈ ഇവിടത്തെയൊക്കെ ഈ പറയുന്ന മെട്രോ സിറ്റികളിലെ ഇതിലൊക്കെ എത്ര പേരാണ് ഒന്ന് അബദ്ധത്തിൽ പോകുന്നത്? ഇവരെയൊക്കെ ഇതുപോലെ മർദ്ദിക്കുമോ? കെട്ടിയിട്ട് മർദ്ദിക്കുമോ? അപ്പോൾ ഈ പറയുന്ന ആദിവാസി യുവാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടി വരുന്നത് ഈ ദളിത് എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റി നിർത്തപ്പെടലുണ്ടല്ലോ, ആ വികാരം ശരിക്കും ഉണ്ട് എന്ന് തോന്നിപ്പോ. അതിപ്പോ വളരെ കൂടുതലാണ്. ഈ അല്ലാതെ തന്നെ ഉണ്ട് ബാക്കി കാര്യങ്ങളുണ്ട്. അത് നമ്മള് നിറത്തിനോടാണ് ആദ്യം. നിറത്തിനോട് ഇത് 2 രീതിയിലുണ്ട്. ഒന്ന്, നിറം വെച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അതുവഴി പ്രശസ്തിയിലേക്കും അതല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുന്നതിലേക്കും പോകുന്ന ഒരു കൂട്ടം ആളുകൾ. അത് വേറൊരു കൂട്ടം. നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതെ. മറ്റത് ഇത് അങ്ങനെയല്ല. ഇപ്പൊ മധുവിന് സംഭവിച്ചത് എന്താണോ അത് തന്നെയാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മധുവിൻ്റെത് കഷ്ടം, ഒരു നേരത്തെ ആഹാരത്തിനാണ്. മധുവിന് ചെറിയ രീതിയിൽ മാനസിക വിഭ്രാന്തി വൈകല്യമുള്ള ഒരു പാക്കറ്റ് ബ്രെഡ് ഒരു ഇത്തിരി അരിയും എടുത്തെന്ന് വെച്ചാൽ ആ കടക്കാരന് എന്ത് നഷ്ടം വരുമായിരുന്നു? സാധു, ആ ചിത്രം ഓർക്കുമ്പോൾ സങ്കടം വരും. ഈ പറയുന്ന യുവാവും ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന യുവാവിനെ ഇവനെ തല്ലുന്നു. ഈ തല്ലുന്നത് ഫോണിൽ പിടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാള് തല്ലുന്നു, ആ തല്ലുന്നത് ഇവർ തന്നെ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം മനോവൈകല്യം നിറഞ്ഞ ഒരു സമൂഹമാണെന്ന് ആലോചിച്ചു. ഇത് എവിടെ നമ്മൾ പലതരത്തിൽ പറയും. നമുക്ക് അങ്ങനെ പോയാൽ നമ്മുടെ സമൂഹം നന്നാവും, ഇങ്ങനെ പോയാൽ നമ്മുടെ സമൂഹം നന്നാവും. ഇതൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയും. ഇപ്പൊ ഈ രണ്ടുപേരും അറസ്റ്റിലായി. അതായത് ക്ലീനറും ഡ്രൈവറും അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റിലായി ഇവർക്കെതിരെ വരുന്നത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരിക്കും. തീർച്ചയായിട്ടും ഇവര് ജാമ്യത്തിൽ ഇറങ്ങി പോകും, പോട പുല്ലേ എന്ന് പറയും. അല്ലാണ്ട് എന്ത് സംഭവിക്കും? അഹങ്കാരം പിന്നെയും വർദ്ധിക്കത്തുള്ളൂ. അതെ, ഒന്നറക്കും. ആദ്യത്തത് നമുക്കൊരു കയ്യറപ്പ് വരും, രണ്ടാമത്തത് ചെയ്യാൻ കയ്യറപ്പ് വരും. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ നീതിയും നിയമവും ഒക്കെ ഇങ്ങനെയാണ്. നമ്മൾ ചില സമയത്തെങ്കിലും നമ്മളത് പറഞ്ഞു പോകുന്നത് മനോവേദന കൊണ്ടാണ്. ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ മനഃപൂർവ്വം ഈ വാനിന് മുന്നിലേക്ക് വീണതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുണി ഒരിച്ച് കെട്ടിയിട്ട് തല്ലുക, വരുത്തി തീർക്കുക. മനഃപൂർവ്വം വരുത്തി തീർത്ത്. കാര്യം ഇവരുടെയൊക്കെ ഒരു നമ്മൾ പച്ചമലയാളത്തിൽ കുത്തിക്കഴപ്പെന്ന് പറയും. വല്ലാത്തൊരു ഇതൊക്കെ ഉള്ളവന്മാരാ. ഇതൊക്കെ എന്ത് കഴിച്ചത് ഇല്ലിടേക്കാര. കാര്യം ഇവന് ഊർജ്ജം കളയാൻ വേറെ മാർഗം കാണൂലായിരിക്കും. അവൻ വല്ല മലയിടിച്ച് നിർത്താൻ പോട്ടെ ഊർജ്ജം കളയാനാണെങ്കിൽ. അതല്ലാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ഇതിലെ ആർക്കെങ്കിലും ഒന്ന് ഇവരെ പിടിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഇപ്പൊ കാഴ്ചക്കാരുണ്ട്. അതറിയോ, ഒരു ആക്സിഡന്റ് നടന്നു. ഈ ആക്സിഡന്റ് നടക്കുന്നത്, ആക്സിഡന്റിൽ ഇതാക്കുന്നതും ഒക്കെ എല്ലാം അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതല്ല. ഇത് പടം പിടിക്കുക, വീഡിയോ പിടിക്കുക. വല്ലാത്ത ഒരു തരം എംഫില്ലുകാരുടെ നാട് അല്ലേ, PhD-കാരുടെ നാട്, ഡോക്ടറേറ്റുകാരുടെ നാട് അല്ലേ നമ്മുടെ നാടേ. എന്നിട്ട് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനുഷികത എന്ന് പറയുന്ന സാധനമൊന്നും ആരുടെയും മനസ്സിലൊന്നും ഇപ്പോൾ അശേഷമില്ലാത്ത ഒരവസ്ഥയാണ്. അശേഷം ഈ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നോക്കിക്കോ, മിക്കവാറും നാളെ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകർ ഒരു കവിത എഴുതും, 2 വരി ഫേസ്ബുക്കിൽ കുറിച്ചിടും. ഇപ്പൊ വരാൻ പോകുന്നത് ഗിബ്ലി എന്ന് പറയുന്ന ആപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് ഈ യുവാവിന്റെ പടം ഇട്ട് കൊടുത്ത് ആ ഒരു രീതിയിലേക്ക് മാറ്റി
ഫേസ്ബുക്കിലും വാട്സപ്പിന്റെ DP-യിലും സ്റ്റാറ്റസും ഒക്കെ ഇട്ടിട്ട് ഐക്യദാർഢ്യം എന്ന് മറ്റൊരു മനോനിലയാണ്. പക്ഷെ ഈ പറയുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒറ്റ ഒരുത്തനെ ഈ ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയിട്ട് അവനോട് നേരിട്ട് നിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അതാണ് മറ്റൊരു മനോനില എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ വന്ന ശേഷം അത് മറ്റൊരു തരത്തിലുള്ള മനോനിലകളാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയണ്ടല്ലോ, അത് ഞാൻ ഇനി കൂടുതൽ വിവരിച്ചു പോകേണ്ട കാര്യമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരകുക എന്ന് പറയും, മെഴുകുന്നതല്ലാണ്ട് വേറെ യഥാർത്ഥ മെഴുകലല്ല, നമ്മളീ പറയുന്ന വേറൊരു തരം മെഴുകലാണ്. അത് ഈ മെഴുകുന്നവർക്ക് അറിയില്ല, അത് പറയാൻ ബുദ്ധിമുട്ടായിട്ട് പറയുന്നില്ല. പറയാനേ നാവ് കൊണ്ട് പറയാൻ അറയ്ക്കുന്നുണ്ട്, ആ മെഴുകലിനെ കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. അതെ, ഇതൊക്കെ ശരിക്കും ചേട്ടൻ പറഞ്ഞ പോലെ കുത്തിക്കുഴപ്പം അല്ലെങ്കിൽ തിന്നിട്ടല്ല എന്റെ ഇടയിൽ അല്ല, ഇത് തിന്നിട്ട് അവന്റെ ആ ഊർജ്ജം അവന് കളയാൻ വേറെ മാർഗമില്ല. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഈ ചെയ്തവരുടെ ഭാഗം ന്യായീകരിച്ചോണ്ട് അതിനും ആളുണ്ടോ ഈ ചെയ്തവരുടെ അതാണ് നമ്മുടെ ലോകം. അതുകൊണ്ടാണ് വിവേകാനന്ദ ഒരിക്കൽ പറഞ്ഞു ഇവനൊക്കെ ഭ്രാന്തന്മാര് എവിടെ നിന്നാണ് വിവേകാനന്ദ ഒരിക്കൽ ചോദിച്ചു. ഭ്രാന്താലയം എന്ന് പറഞ്ഞ ഒരുപക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി വരുമെന്ന് അദ്ദേഹമൊക്കെ അല്ല, അങ്ങനെ അദ്ദേഹം കണ്ടു. വിവേകാനന്ദ പാസ് ചെയ്ത് പോകുമ്പോഴാണ് അന്ന് ഇവിടെ മറ്റേ ഈ ജാതിയുടെ മതത്തിന്റെയും പേരിൽ തല്ലും അടി കുത്തും വെട്ടി നടക്കുന്നത്. ഇത് ആരുടെ ഉമാരൊക്കെ ഭ്രാന്തന്മാര്. നമ്മൾ പറയാ പുരോഗമനമാണ്, പ്രബുദ്ധതയാണ് കേരളത്തിന്റെ മുഖമുദ്ര എന്ന് പറയും. ഈ പുരോഗമനം എന്ന് പറയുന്നത് നമ്മൾ വളരും തോറും വികസിക്കും തോറും ഉള്ളിലേക്ക് ചുരുങ്ങുക, ഒരു പൊത്തിനകത്തേക്ക് മനസ്സുകൊണ്ട് വെക്കുന്നത് പോലെയാണ്. അവനെ തൊടാൻ പാടില്ല, ഇവനെ തൊടാൻ പാടില്ല, അവൻ എന്നോട് അങ്ങനെ പറയാൻ പാടില്ല, ഇവൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവൾ ആരാണ്? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ദളിത് സ്ത്രീക്കുണ്ടായ അനുഭവം. ആ ദളിത് സ്ത്രീയുടെ നിറവും കറുപ്പായിരുന്നു. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിരുന്നു. മറ്റുള്ളവർക്ക് കിട്ടിയ പ്രൊട്ടക്ഷൻ കിട്ടിയോ? വേടന് കിട്ടിയ പ്രൊട്ടക്ഷൻ കിട്ടിയോ? അതിൽ രാഷ്ട്രീയമാണ്. നമ്മൾ പേര് പറയാതെ തന്നെ ഇത്രയും നേരം അത് പോയിട്ടും വേടൻ്റെത് മറ്റൊരു രാഷ്ട്രീയമാണ്. പ്രീത ഇപ്പൊ എല്ലാം നേട്ടം കൂടെ നോക്കിയിട്ടുള്ളതേ ഉള്ളൂ. പ്രീത ചോദിച്ചു, ആ നമ്മുടെ തിരുവനന്തപുരത്തെ പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷനിലെ ആ യുവതിയോട് പെരുമാറിയത്, ഒരു പണമുള്ള വീട്ടിലെ സ്ത്രീയുടെ മാല വെച്ചിരുന്ന സ്ഥലം മാറിപ്പോയി അല്ലേ? അതല്ലേ ആ വിഷയം. അവരുടെ തലയ്ക്ക് വെളിവില്ല, അത് എവിടെയോ പാവം അവർക്കത് തിരിച്ചു കിട്ടി, അവരത് പറഞ്ഞു. എന്നിട്ടും ഈ സ്ത്രീയോട് ഒരു മാപ്പ് പോലും പറയാൻ അവർ തയ്യാറല്ല. അവർ 20 മണിക്കൂർ ആ സ്റ്റേഷനിൽ ഇരുന്ന് അനുഭവിച്ച മാനസിക വേദന. എന്നിട്ട് ഇവിടെ ആരെങ്കിലും അതിന് മുൻകൈ എടുത്തോ? ഇവിടെ സ്ത്രീ സംഘടനകളുണ്ട്, പുരുഷന്മാർക്ക് ആരും മെഴുകുതിരി പോലും കത്തിച്ചില്ലല്ലോ. അതാണ് മഴയാതുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഇതിൽ ഇത്രേ പറയാനുള്ളൂ. പി ശശിയുടെ അടുത്ത് പരാതിയും കൊണ്ട് എന്ന കഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, അവര് പാവം ഉടുത്തിരുന്ന സാരിയൊക്കെ വില കുറഞ്ഞ സാരി ആയിരിക്കാം, ഒരു പൗഡർ ഇട്ടിട്ടുണ്ടാവില്ല, കമ്മൽ ഇട്ടിട്ടുണ്ടാവില്ല, കാണാൻ സുന്ദരിയല്ല. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ കുറെ വശങ്ങളുണ്ട്. ഇപ്പൊ ഈ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാ, അതുകൊണ്ട് പ്രബുദ്ധത കൂടിയ അത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണ് ഈ ചർച്ച ഇത്രയും വിലക്കുന്നത്. വേടന്റെ വാക്കുകൾ ലോകം ഉറ്റുനോക്കുന്നു, പറയുന്നത് എം വി ഗോവിന്ദൻ. പറഞ്ഞോളൂ, ബാക്കി നമുക്ക്. അല്ല, വേടന്റെ വാക്കുകൾ ഉറ്റുനോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് പോകുമ്പോൾ വേറെ തലങ്ങളിലേക്ക് കൂടി നമ്മൾ പോകേണ്ടി വരും. വേടനെ ഇലക്ഷനിൽ ഇപ്പം ഇവിടെ നിലമ്പൂർ ചിലപ്പോൾ പാട്ടുപാടാൻ കൊണ്ടുപോകും. അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കും ചിലപ്പോൾ വേടൻ സ്ഥാനാർത്ഥിയാവും. അതെ, യുവജനങ്ങളുടെ വോട്ട് കിട്ടിയാലോ? ഈ കാണുന്ന അവര് എണ്ണിക്കഴിഞ്ഞു, എത്രയാ വരുന്ന ഇവിടെ ഹാളില് 2 ലക്ഷം പേര്. ആ 2 ലക്ഷം വോട്ട് ഉറപ്പാണ്. വേടനെ നിർത്തിക്കോ, ഒരു സീറ്റ് ഇപ്പോഴേ ബുക്ക് ചെയ്തോ. അത് ചെയ്യും. ഇപ്പൊ ഈ പറയുന്ന യുവാവേ ഷിജുവിന്റെ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ ഷിജുവിന് എന്തായാലും നീതി കിട്ടും എന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അവർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടും, ചേട്ടന്മാര് പോകും, സുഖകരമായി പോകും. അവർ ഇനിയും ഇത് തന്നെ പ്രീത പറഞ്ഞ പോലെ ഒരിക്കൽ ഒരു കോഴിയെ കൊന്ന് അറപ്പ് തീരുന്നവർ പിന്നെയും കോഴിയെ കൊല്ലാൻ വലിയ പേടി ഉണ്ടാവില്ല. കോഴി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്നതാണ്. ചില സമയങ്ങളിലെങ്കിലും വിചാരിക്കും ഈ സൗദിയിലൊക്കെ ഇപ്പൊ തന്നെ കൈ വെട്ടുക, തല വെട്ടുക എന്നുള്ള ഒരു പണിഷ്മെന്റ്, കൃത്യമായ പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന ജാതിയോ മതമോ നിറമോ കൊണ്ടുള്ള ഈ കളികളൊന്നും നടക്കില്ല, പീഡനങ്ങൾ നടക്കില്ല, ഒന്നും നടക്കില്ല. പക്ഷെ കൃത്യമായിട്ട് ഒരു ലൂപ്പ് ഹോളും പോലും ഇല്ലാതെ ഇവർ ശിക്ഷിക്കപ്പെടണം. അല്ല, ഇതില് ഈ കുട്ടിയെ ഷിജു എന്ന് പറഞ്ഞ കുട്ടിയെ മർദ്ദിച്ചല്ലോ, അതുപോലെ തിരിച്ച് മർദ്ദനം ഇവർക്ക് കിട്ടിയാൽ ചിലപ്പോൾ എന്താണ് വേദന എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവും. അതിനിപ്പോ പറയും നിങ്ങൾ ആരും കയറി ചെയ്യേണ്ട, പോലീസ് ഉണ്ട് ഇവിടെ ചെയ്യാനാണ്. പോലീസ് എന്ത് ചെയ്യാനാ? പോലീസ് എന്നിട്ട് പേപ്പർ വാങ്ങിച്ചു വെച്ചിട്ട് അവനെ നോക്കിയിട്ട് നിയമം ഇത്ര നമ്പർ സ്റ്റേഷൻ ജാമ്യം പോക്കോ എന്ന് പറയും. അത്രയും ഇവിടെ നടക്കാൻ പോകണം. ഇവിടെ വലിയ കാര്യമായിട്ട് കേസെടുക്കാൻ കേളു പറഞ്ഞ ആർക്ക് ചെയ്തോ? മന്ത്രി പറഞ്ഞു, മന്ത്രിക്ക് പറയാനുള്ളത് മന്ത്രിക്ക് ഒരു പേരുമായി പത്രത്തിലാവ് മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രി പറഞ്ഞില്ല എന്ന് ആരും പറയില്ല. കേളുവിന് പേരുമായി. ഒരു മൈലേജ്, ഒരു 2 മാസത്തേക്ക് മൈലേജ് ആയി.